അത് ഉപകാരസ്മരണയായിട്ട് എഴുതിക്കൊണ്ട് വരിക. നിങ്ങൾ ഏത് രീതിയിലാണോ ഇത് ഭാവനെ കണ്ട് പ്രാർത്ഥിച്ചത് അത് നിങ്ങൾ ഉപകാരസ്മരണയായിട്ട് എഴുതിക്കൊണ്ട് വരിക. അപ്പൊ അതിന്റെ പുറത്ത് പ്രത്യേകമായിട്ട് എഴുതുക, വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച ഉപകാരസ്മരണ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൊണ്ട് വരിക. വിശദീകരണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ഉപകാരസ്മരണ എന്ന് പറയാൻ പ്രത്യേകമായിട്ട് അത് എഴുതിക്കൊണ്ട് വരിക. കാരണം ഇത് നമ്മള് ഭാവനയെ കണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവ് ഇത്രയും വരെയൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് അവിടുന്ന് ഇടയാക്കി. ഇന്നിപ്പോ ഇവിടെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നവരുടെ കഞ്ഞിയുടെ പുറത്തോടൊക്കെ ഇല്ലേ നിങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കഞ്ഞിയും മേടിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ കഞ്ഞിയും കൊണ്ട് ഇരിക്കുന്നവരുടെ കഞ്ഞിയുടെ മേളിൽ കൂടെ ഒക്കെ ആയിരുന്നു പോയത്. അന്നേരം നിങ്ങൾക്ക് വല്ല അറപ്പ് തോന്നിയോ? വേറെ ഇടവില്ലാതെ ഒന്നും ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇപ്പോഴേ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അപ്പം നിങ്ങളുടെ ആവശ്യങ്ങള് എന്തു തന്നെ ആയിരുന്നാലും ആ ആവശ്യങ്ങള് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തുക. നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നാലും ആവശ്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ കൊടുത്തുകൊണ്ട് പുത്രന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇപ്പോഴ്. എന്റെ പിതാവേ, ഈ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ. ഹൃദയങ്ങളെ പരിശോധിച്ചറിയുന്ന ദൈവമേ, ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കണമേ. കൗൺസിലിംഗ് ആവശ്യമുള്ളവരുടെ പേര് കൊടുക്കുക. കൗൺസിലിങ്ങിന് വന്നിട്ടുള്ളവര് അബോർഷന്റെ കാര്യങ്ങൾ പറഞ്ഞ് കുർബാന നടത്തണം എന്ന് പറഞ്ഞ് വിട്ട് അങ്ങനെയുള്ളവര് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വരേണ്ടത്. അബോർഷന്റെ കുർബാന നടത്തിക്കഴിഞ്ഞവര് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വരേണ്ടിയിരുന്നത്. ഇനി അവര് വന്നാല് അവിടെ പ്രയോജനമില്ല. അബോർഷൻ കേസിന് വേണ്ടിയിട്ട് കുർബാനയ്ക്ക് പറഞ്ഞു വിട്ടാല് കുർബാന നടത്തിയിട്ട് പിറ്റേ വെള്ളിയാഴ്ച തന്നെ വന്ന് കൗൺസിലിംഗ് പൂർത്തിയാക്കാനായിട്ട് തയ്യാറാകേണ്ടതാണ്. ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൗൺസിലിംഗ് വന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അബോർഷൻ പ്രശ്നമുണ്ടെങ്കിൽ കുർബാന നടത്തിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത് വെള്ളിയാഴ്ച തന്നെ വന്നെത്തേണ്ടതാണ്. അതുപോലെ ഉദ്ഘാടന പ്രാർത്ഥനയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളവരിവിടെ കൈവ് പ്രാർത്ഥനയ്ക്കായിട്ട് വരണ്ട. അവിടെ നിങ്ങൾക്കായിട്ട് ഇരുന്ന കസേരയിൽ വന്നിരുന്നാൽ മതി. ഉദ്ഘാടന പ്രാർത്ഥനയ്ക്ക് പേര് കൊടുത്തിട്ടുള്ളവരാരും കൈവ് പ്രാർത്ഥനയ്ക്കായിട്ട് വരണ്ട. നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ കൈവ് പ്രാർത്ഥന ലഭിക്കും.